കേരള സമ്പർക്ക്രാന്തി എക്സ്പ്രസ്സിൽ നമ്മളൊരു N20 യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രം നോർത്ത് മുതൽ ചണ്ഡീഗഡ് വരെ ഒരു 2 ദിവസത്തേക്കുള്ളിൽ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യാത്രയാണ്. 3000 ചില്ലാനം കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു അടിപൊളി ട്രെയിൻ യാത്രയാണ്. അപ്പോൾ നമ്മുടെ കേരള സമ്പർക്ക്രാന്തി എക്സ്പ്രസ്സിലെ യാത്രയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മംഗലാപുരം ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇപ്പം കറക്റ്റ് ബിഫോർ ടൈമിനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല മഴയുടെ ലക്ഷണമുണ്ട്. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ഇത്രയും നേരം മഴയൊന്നുമില്ല. പക്ഷേ കണ്ണൂർ ഭാഗമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മഴയൊക്കെ ഏകദേശം തുടങ്ങി. അപ്പോൾ കൊങ്കൺ നമ്മൾ ഓൾമോസ്റ്റ് രാത്രിയിലാണ് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ സീനില്ല. കൊങ്കൻ്റെ ഒരു 15 ഭാഗവും നമ്മൾ രാത്രിയിലാണ് കവർ ചെയ്യുന്നത്. അതാണ് ഈ KSKക്ക് പോകുമ്പോൾ ഒരു ഗുണം. ക്രോസിങ് ഉണ്ടായാലും അറിയത്തില്ല, പിടിച്ചിടുന്നത് അറിയത്തില്ല, കിടന്നുറങ്ങിക്കോളും. നമ്മൾ രാവിലെ എത്തുമ്പോൾ രത്നഗിരിയൊക്കെ കഴിഞ്ഞ് ആ ഒരു ഏരിയയൊക്കെ ആവും. ഇപ്പോൾ കണ്ട് നല്ല മഴ തുടങ്ങി. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ രാത്രി അടുത്ത ദിവസം ഉച്ച വരെയുള്ള യാത്രയായിരിക്കും. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ ഇങ്ങനെ ഡ്രിസിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 4:50, 5 മണിയാണ് കയറേണ്ട സമയം. 10 മിനിറ്റ് നേരത്തെ നമ്മൾ കണ്ട് കയറുവാണ്. നമ്മളന്ന് വന്ന വണ്ടി അത് ഓർമ്മ കേട്ടോ, യശ്വന്ത്പൂർ കാർവാർ എക്സ്പ്രസ്. അതിന്ന് ബിഫോർ ടൈം അടിച്ച് ഇവിടെ എത്തി. ലോക്കോ ചേഞ്ചൊക്കെ കഴിഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. ഇത് ഏത് വണ്ടിയാ? ഇത് ലേറ്റായിട്ട് വന്ന നമ്മുടെ റോക്കറ്റാണ് കേട്ടോ. മുംബൈ CSMT മംഗലാപുരം ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ അത് ഇവിടെ നിന്ന് എത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് വിടേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോഴാണ് എത്തുന്നത്. അപ്പോൾ ഇനി ക്ലീനിങ് കഴിഞ്ഞ് ഇത് പയ്യെ വിടത്തേ ഉള്ളൂ. നമ്മൾ ബിഫോർ ടൈമാണ്. നമ്മൾ 5:10 വിടും കേട്ടോ. മഴ പെയ്തപ്പോൾ ഫുള്ള് മൂടായി നോക്കിയേ. നല്ല അടിപൊളി ക്ലൈമറ്റ്. ഇപ്പോൾ ട്രെയിനൊക്കെ കാണാൻ എന്ത് ഭംഗി എന്തൊക്കെയാ മഴ പെയ്തപ്പോൾ. നമ്മൾ വന്ന് കയറിയത് മറ്റേ യശ്വന്ത്പൂർ കാർവാർ എക്സ്പ്രസ് കണ്ട് എടുക്കുക കേട്ടോ. എന്താ ടൈമിങ് അതൊക്കെ വന്ന് കയറി ഇടലേ എടുത്തത്. ഇനി അതിൻ്റെ പുറകിൽ ഉരുണ്ടുരുണ്ട് പോവാം. അതിനെ ഓവർടേക്ക് അടിക്കാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വിസ്റ്റോടം കൊണ്ട് 2 എണ്ണവും അടുപ്പിച്ചാണ് കേട്ടോ. ഇവിടെ നിന്ന് പോകുമ്പോൾ ഫ്രണ്ടിലാണ്. ഗാർഡ്സിന് ഇറങ്ങി വരുമ്പോൾ ബാക്കിലായിട്ട് വരും. നോർമലി കൊങ്കൺ വഴി പോകുന്ന വണ്ടികളെല്ലാം ഇവിടെ മംഗലാപുരം ആകുമ്പോൾ കാലിയാവുന്നതാണ്. പക്ഷേ ഇത് അത്യാവശ്യം ആൾക്കാരുണ്ട്. കാരണം ഡൽഹിക്ക് പോകുന്ന വണ്ടിയല്ലേ. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ കയറും. പക്ഷേ ഈ മുംബൈ ഭാഗത്തേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളാണ് കാലിയായിരിക്കും. നമ്മുടെ വണ്ടിയെ ലീഡ് ചെയ്യുന്നത് ലാലാക്കുട ഷെഡിൻ്റെ ഒരു WP7 30430. അപ്പോൾ ഇവിടെ ക്രൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കൊങ്കൺ റെയിൽവേയുടെ ക്രൂ ആണ് കയറുന്നത്. മഡ്ഗാവ് വരെ അവരായിരിക്കും ഓടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലോക്കോയിൽ വേണ്ട കൊങ്കൺ റെയിൽവേയുടെ ക്രൂ ഒക്കെ കയറിയിട്ടുണ്ട്. 30430 ലാലാക്കുടയുടെ P7. സാധാരണ ഇതിന് ഗാസിയാബാദിൻ്റെ ലുധിയാനയുടെ ഒക്കെയാണ് P7 വരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ പോകുമ്പോൾ ലാലാഗുഡയുടെ P7 ആണ് കേട്ടോ. നമ്മളെ ഇവിടെ നിന്ന് 5:10 വിടുന്നത് മംഗലാപുരത്ത് നിന്ന്. ഉടുപ്പി എത്തുന്ന സമയം എത്ര കൊടുത്തതെന്ന് പറയും? 7 മണി. അതായത് 1 മണിക്കൂർ 50 മിനിറ്റ്. എന്തുവാടെ ഇത്? ശരിക്കും ഒരു മണിക്കൂർ ചിലവാനെ 1 മണിക്കൂർ അടുപ്പിച്ച് മതി ഉടുപ്പി എത്താൻ വേണ്ടി. ഇത് 1 മണിക്കൂർ 50 മിനിറ്റ് കൊടുത്തേക്കട. പയ്യെ പോയാൽ മതി. മിക്കവാറും ഏലൊക്കെ വണ്ടി വരാൻ ക്രോസിങ് പിടിച്ചിടുമായിരിക്കും. മറ്റേ SMVT ബാംഗ്ലൂർ പോകുന്ന മുരുടേശ്വർ എക്സ്പ്രസ് ഉണ്ട്. അത് മിക്കവാറും പണി തരുമായിരിക്കും. നോക്കാം എന്തായാലും. മംഗളൂരു സെൻട്രൽ വിജയപുര എക്സ്പ്രസ് ആണ് ഇപ്പോൾ അങ്ങോട്ട് പോയത്. കൂബ്ലിയുടെ ഒരു WDP4D ലോക്കോ ആയിട്ട്. അത് മറ്റേ വഴി പോകുന്നത് നമുക്ക് സീനില്ല. ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് സുബ്രഹ്മണ്യ റൂട്ടിൽ കയറും. കറക്റ്റ് 5:10 എടുത്തിരിക്കുകയാണ് ഓൺ ടൈം. മറ്റേ വണ്ടി ഇപ്പോൾ ഡിപ്പാർട്ടായിരിക്കുകയാണ്. അപ്പം മിക്കവാറും
രണ്ടും ഒരേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്കൊരു അടിപൊളി പാരലൽ കണ്ണ് കാണാൻ പറ്റും. നോക്കിക്കണേ, എൻ്റെ അതും എടുത്തു, നമ്മളും എടുത്തു. അത് സ്പീഡ് എടുത്ത് പോയി കേട്ടോ. അത് മെയിൻ ലൈനാണ് ആ വണ്ടി വന്ന് നിന്നതേ. അതാ ഡയറക്റ്റ് ആ സുബ്രഹ്മണ്യ ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേഗം എടുത്തുകൊണ്ട് പോകും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ പയ്യെ എവിടെ എടുത്തത്, അത് ആദ്യം എടുത്തോണ്ട് പോയി. പക്ഷേ നല്ല അടിപൊളി ഒരു പാരലൽ ആക്ഷൻ കാണാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ സ്പീഡൊന്ന് കുറഞ്ഞു കേട്ടോ. ഇപ്പോൾ രണ്ടും ഏകദേശം ഒരേ സ്പീഡിലാണ് പോകുന്നത്. നമ്മുടെ വണ്ടി ഒന്ന് ശകലം കൂടെ പറപ്പിച്ച് വിടുമായിരുന്ന കൊള്ളാം, പക്ഷേ വിടത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. രണ്ടും ഇപ്പോൾ ഒരേ സ്പീഡായി കേട്ടോ. ഇത് എന്താ ഇവിടെ നടക്കണേ? ഇപ്പം നമ്മൾ സ്പീഡ് എടുത്തു, ഇത് കൊള്ളാമല്ലോ. ഇപ്പോൾ നമ്മൾ സ്പീഡ് എടുത്ത് പോവാണ്, അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് മംഗലാപുരം വിജയപുരയുടെ. ഇത് റേസ് തന്നെ, റേസ് എന്തുവായി നടക്കുന്നത് ഇവിടെ? എന്റെ ദൈവം, ഇത് പൊളിച്ചു കേട്ടോ. എന്റെ മോനെ പോണ പോക്ക് കണ്ടോ, ഇജാതി പോക്ക്. ഞാൻ വിചാരിച്ച നമ്മളെ കേറുന്നത്, പക്ഷെ നമ്മളെ ചവിട്ടിയതോ അത് ആ ആക്സിലേറ്റ് പോയ കേട്ടോ. ആ WD-40 കത്തിച്ചൊക്കെ വിട്ടു നോക്ക്. ഓ ലിറ്റ് സാധനം കേട്ടോ. കൊള്ള എന്റർടൈൻമെന്റാ ഫുള്ള്. നമ്മളെ യാത്ര തുടങ്ങിയപ്പോ തൊട്ട് ഫുൾ എന്റർടൈൻമെന്റ് ആണ് കേട്ടോ. അടിച്ചുവിട്ട് പോകുന്നുണ്ടോ സാധനം. ഫോറിന്റെ ആക്സിലേഷൻ കണ്ടോ, പക്ക പീസ് പോകുന്ന പോലെ തന്നെ, കറക്റ്റ് പീസ്. ഇത് പൊളിച്ചു കേട്ടോ, രസമായത്. ആ ഫോറിൻ്റെ ആക്സിലറേഷൻ ഒരു രക്ഷയില്ല, കീട്ടിലുമായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇനി കൊങ്കൺ റെയിൽവേ കയറും. കൊങ്കൺ റെയിൽവേ കയറിയിട്ട് ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം. സമ്പർക്രാന്തിനെ അങ്ങനെ പിടിച്ചിടാൻ തുടങ്ങി. നമ്മളിപ്പോൾ ജൊക്കട്ട സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ടേക്കുവാണ്. മറ്റേ SMVT ബാംഗ്ലൂർ വന്ന മുരുഡേശ്വർ SMVT ബാംഗ്ലൂർ എക്സ്പ്രസ് ഇപ്പോൾ വരും, ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ അത് പോയിട്ട് നമ്മൾ പോകത്തുള്ളൂ. അതുപോലെ സമയമുണ്ട് ഇഷ്ടംപോലെ, 7 മണിക്ക് ഉടുപ്പി എത്തിയാൽ മതി. ഈറോഡിൻ്റെ P4 ആയിട്ടാണ് നമ്മുടെ മുരുഡേശ്വർ SMVT ബാംഗ്ലൂർ പോയത്. ഇനി നമ്മൾ വിട്ടോളും. ബെസ്റ്റ് നമ്മുടെ സമ്പർക്രാന്തിനെ എനിക്ക് തോന്നുന്നു നമ്മുടെ മംഗലാപുരം ജംഗ്ഷൻ മുംബൈ CSMT സൂപ്പർ ഫാസ്റ്റ് ഓവർടേക്ക് അടിക്കാൻ പോകാമെന്ന് സംശയമുണ്ട്. അത് കണ്ട് ഇവിടെ ജോക്കട്ടിൽ വന്ന് ചവിട്ടിയിട്ടുണ്ട്. കണ്ട ഇത് ഇത്ര പെട്ടെന്ന് ലോക്കോ കഴിച്ചു മാറ്റി കൊണ്ടുവന്നല്ലേ.
ഇത് കയറി പോകാതെ നമ്മളാണ് ആദ്യം കയറി പോകുന്നതെന്ന് അറിയത്തില്ല. ഷെഡ്യൂൾ പ്രകാരം അതാണ് ആദ്യം പോകേണ്ടത്. അത് കയറി പോവാ കേട്ടോ, അടിപൊളി. അപ്പൊ ഇതിന്റെ പുറകെ ഇടയ്ക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ വെറുതെ അല്ലേ ഇവിടെ കുറെ നേരം പിടിച്ചിട്ട്. ഇപ്പൊ 6:15 സമയം. നമ്മൾ ഇത്രയും ഓവർടേക്ക് അടിച്ചു വന്ന നമ്മളതുണ്ട് കൊങ്കൺ റെയിൽവേ കയറാറായപ്പോഴേക്കും കൊങ്കൺ റെയിൽവേയുടെ റോക്കറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വണ്ടിയാണിത്. മംഗലാപുരം ജംഗ്ഷൻ മുംബൈ CSFT സൂപ്പർ ഫാസ്റ്റ്. അത് കയറി നമ്മൾ ഓവർടേക്ക് അടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പുറകെ ആയിരിക്കും നമ്മളിനി പോകുന്നത്. ഇവിടെ ജൊക്കട്ടെ വന്നിട്ട് 6:22 ആരടക്ക് വേസ്റ്റ് എറിയുന്നവന്മാരെയൊക്കെ കാലെ വാരി അടിക്കണം. നോക്ക്, ആ ജനറലുള്ളവന്മാരാണ് ഈ ചെയ്യുന്നത് കേട്ടോ. 6:22 നമ്മളിവിടെ നടക്കുന്നത്. 5:45 എന്നിട്ട് 6:22, 3/4 മണിക്കൂർ അടുപ്പിച്ച് ഇവിടെ കിടന്നു. വിട്ടടിച്ച് പോകാണെങ്കിൽ ഉടുപ്പി 7 മണിക്ക് എത്തും, അല്ലെങ്കിൽ 7:10 ആകുമ്പോൾ എത്തും, അല്ലെങ്കിൽ ലേറ്റ് ആകും കേട്ടോ. ഈ വണ്ടിയിൽ നേരത്തെ നമ്മളെ ഓവർടേക്ക് അടിച്ചു പോയത്. അത് കണ്ട് ഇവിടെ കിടക്കുവാണല്ലോ തൊക്കൂര്. എന്ത് ഇവിടെ നടക്കുന്നേ, ഇവരെത്തി കാണിക്കുന്ന ഒരു പിടിയില്ല കേട്ടോ. അത് കണ്ട് ഇവിടെ തൊക്കൂര് കിടക്കുവാണ്. എന്തുവാന്ന് ആർക്കറിയാം. ഇനി നമ്മളും പിടിച്ചിടുവോ, ഏറെ വണ്ടി വരാനുണ്ടോ, ആർക്കറിയാം എന്തുവാന്ന്. മൊത്തത്തെ ആകെ പണിയായി. കൊങ്കണി കയറില്ല, അതിന് മുന്നേ തന്നെ തേപ്പ് തുടങ്ങി. ഒന്നെങ്കിൽ മുന്നിൽ എന്തെങ്കിലും വണ്ടിയോ അല്ലെങ്കിൽ ക്രോസിങ്ങിനാണ് മുന്നിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് വല്ല ആയിരിക്കണം. അല്ലെങ്കിൽ ഇത് എന്തുവാ ഇങ്ങനെ ഇട്ടേക്കുന്ന ഒരു പിടിയില്ല കേട്ടോ. എന്തൊക്കെയാണോ നടക്കുന്നത് ആർക്കറിയാം. നല്ല പണിയാണ് കേട്ടോ. കൊങ്കൺ കയറി പോലുമില്ല, അതിന് മുന്നേ തുടങ്ങി പിടിച്ചിടാൻ. എന്ത് വന്നൊരു പിടിയില്ല. ഇനി ഇങ്ങോട്ട് ക്രോസിങ്ങിന് വരാനുള്ളൊരു സൂറത്ത് മംഗലാപുരം ജംഗ്ഷൻ എക്സ്പ്രസ്. പക്ഷെ അത് സുറത്കലാവുന്നേ ഉള്ളൂ. ഇനി സുറത്കല് ക്രോസിങ്ങിന് സ്ഥലമില്ലാത്തതുകൊണ്ടാണോ ഒരു പിടിയില്ല. എന്താ മറ്റേ സൂറത്ത് മംഗലാപുരം വന്നിട്ട് നമ്മൾ പോകത്തുള്ളൂ. നമ്മളാണ് അതാണ് ആദ്യം പോകുന്നത് അറിയത്തില്ല. അത് മുൽക്കി ആവാറായപ്പോൾ നമ്മളവിടെ പിടിച്ചിട്ടാണ് പോരെ. മുൽക്കി കഴിഞ്ഞ് സുറത്കല് കഴിഞ്ഞ് അത് സുറത്കലിന് ഇപ്പോൾ വിട്ട് ഇവിടെ വരുവാണ്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ക്രോസിങ്ങിന് സ്ഥലമില്ലെന്ന് തോന്നുന്നു. അതായിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ വണ്ടിയാണ് നമുക്ക് ഇത്രയും നേരം പണി തന്നത്. ഉടുപ്പി എത്തേണ്ട സമയമായി. നമ്മളിവിടെ തൊക്കൂര് കിടക്കുന്നേ ഉള്ളൂ. 7 മണിയായിപ്പോൾ. അപ്പോൾ ആരാദ്യം പോകുന്നതാണ് നോക്കേണ്ടത്. മിക്കവാറും മറ്റേ വണ്ടിയായിരിക്കും ആദ്യം പോകുന്നത്. ആ വണ്ടിക്ക് സിഗ്നൽ വീണു, അത് പോവാണ് പോരെ. അടിപൊളി. ഇനി അത് പോയി സുറക്കല് കയറി ഇറങ്ങിയിട്ടേ നമുക്കിനി വീഴത്തുള്ള സിഗ്നൽ. ഫൈനലി 7:11 നമുക്ക് സിഗ്നൽ കിട്ടി. നമ്മളങ്ങനെ തൊക്കൂർ നിന്ന് എടുക്കുകയാണ്. ഉടുപ്പി ഭാഗത്തേക്ക് നമ്മളിനി പോവാണ്. രാത്രി നമ്മൾ ഡിന്നർ പറഞ്ഞത് വണ്ടി തന്നെയാണ്. അപ്പോൾ വെജ് താലി പറഞ്ഞു, പനീർ കറിയുണ്ട്, ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സബ്ജിയുണ്ട്, പരിപ്പ് കറിയുണ്ട്, ചോറുണ്ട്, സാലഡുണ്ട്, ഒരു ഗുലാബ് ജാമുനുണ്ട്, പിന്നെ ചപ്പാത്തി. കഴിച്ചോക്കട്ടെ, കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു കേട്ടോ. കഴിച്ചോക്കട്ടെ. നല്ല സോഫ്റ്റ് ചപ്പാത്തി കേട്ടോ, സോഫ്റ്റ് ചപ്പാത്തി. നല്ല രുചിയുണ്ട്, കൊള്ളാം കേട്ടോ. പനീർ കറി അടിപൊളി. ചോറും പരിപ്പ് കറിയും കൊള്ളാം. ആ പനീർ കറി സൂപ്പർ കേട്ടോ, നല്ല ഫുഡാണ്, അടിപൊളി.
ഞാൻ ഇത്രയും സ്വാദിഷ്ടമായ ഫുഡ് ഈ ഇടമൊന്നും കഴിച്ചിട്ടില്ല ട്രെയിനിൽ നിന്ന്. ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. പനീർ കറി നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിവിടെ പടുബുദ്രി സ്റ്റേഷനിൽ ഒരു 1/2 മണിക്കൂർ അടുപ്പിച്ച് വീണ്ടും പിടിച്ചിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് ഈ മടുഗാവ് മംഗലാപുരം പാസഞ്ചർ വരാൻ വേണ്ടി. ഇപ്പോൾ സമയം 8 മണി 8 മിനിറ്റായി. 1 മണിക്കൂറിൽ നമ്മളിപ്പോൾ ലേറ്റാണ്. നമുക്ക് ഈ സാധനം വരാൻ വേണ്ടി ഇവിടെ പിടിച്ചിട്ട് വരുന്നു കേട്ടോ. അതുമല്ല മുന്നിൽ മറ്റേ ആ മംഗലാപുരം CSMT സൂപ്പർ ഫാസ്റ്റും ഉണ്ടേ. ഇത് നല്ല വമ്പൻ തേപ്പാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ 5:10 മംഗലാപുരത്ത് നിന്ന് എടുത്താൽ ഇപ്പോൾ സമയം 8:30 ആവുന്നു. ഇതുവരെയായിട്ട് ഉടുപ്പി എത്തിയിട്ടില്ല ഈ വണ്ടി. ഇപ്പോൾ ഇന്നഞ്ചേരി സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ടേക്കുവാണ്. ഒരുമാതിരി വല്ലാത്ത അവസ്ഥയായിപ്പോയി. കൊങ്കണ്ടയിൽ തുടങ്ങിയ ഉടനെ തന്നെ പണി കൊടുത്തു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മറ്റേ കായംകുളത്തുനിന്ന് എറണാകുളം പോകാൻ നേരത്ത് എല്ലാ സ്റ്റേഷനിലും പിടിച്ചിട്ടില്ലായിരുന്നു. അതേപോലെ അവിടെ മംഗലാപുരത്ത് നിന്ന് ഉടുപ്പി പോകാൻ നേരത്ത് എല്ലാ സ്റ്റേഷനിലും കൊണ്ട് പിടിക്കുക. ഇവിടെ എന്തോ ക്രോസിംഗ് ഉണ്ട് കേട്ടോ, അതാണ് പിടിച്ചത്. മറ്റേ മുംബൈ വണ്ടി കയറി പോയിട്ടുണ്ട്. നല്ല ഇരുട്ടാണ് നോക്കിയേ. എന്തോ ക്രോസിംഗ് ഉണ്ട്, വല്ല ഗുഡ്സോ പോലെ ആയിരിക്കും. ಗಮನಿಸಿ, ಗಾಡಿ ಸಂಖ್ಯೆ 1221 ಕೊಚುವೇಲಿ ಚಂಡೀಗಢ ಕೇರಳ 7 മണിക്ക് എത്തേണ്ട നമ്മുടെ KSK ഉടുപ്പി എത്തുന്ന 8:45 പോരെ. നല്ല തേപ്പ് കിട്ടി ആദ്യം തന്നെ. ഫ്രണ്ടിൽ മറ്റേ വണ്ടി പോയിട്ടുണ്ട്. ഇങ്ങോട്ട് വരാൻ വേണ്ടി ക്രോസിങ്ങിന് പഞ്ചഗംഗയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുമെന്ന് ആർക്കറിയാം. പുറകിൽ മംഗളയുണ്ട് നമ്മുടെ പുറകിൽ. പഞ്ചഗംഗയായിട്ട് അപ്പം ക്രോസിങ് മിക്കവാറും അടുത്ത സ്റ്റേഷനായ ബർക്കൂർ സ്റ്റേഷനിൽ കാണും കേട്ടോ. കാരണം പഞ്ചഗംഗ ഇപ്പോൾ കുന്താപുരയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പം മിക്കവാറും നമ്മൾ അവിടെ ഒതുക്കുമായിരിക്കും. സെയിം തന്നെ ബർക്കൂർ സ്റ്റേഷനിൽ നമ്മളെ പിടിച്ച് മെയിനിലാണ് പിടിച്ചേക്കുന്നത്. പഞ്ചഗംഗ എക്സ്പ്രസ് വരാൻ വേണ്ടി അതിനിവിടെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ അത് വന്ന് കയറിയിട്ട് നമ്മൾ പോകത്തുള്ളൂ. പഞ്ചഗംഗ എക്സ്പ്രസ് കണ്ട് വരുന്നുണ്ട്. കൊങ്കൺ റെയിൽവേയിൽ അത്യാവശ്യം നല്ല പ്രയോറിറ്റി കിട്ടുന്നൊരു വണ്ടിയാണ് ഈ പഞ്ചഗംഗ എന്ന് പറയുന്നത്. നമ്മുടെ KSK ഇപ്പോൾ 2 മണിക്കൂറാണ് ഇപ്പോൾ ലേറ്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ തൊട്ട് പുറകിൽ വന്ദേ ഭാരതം ഉണ്ട് കേട്ടോ. അത് സേനാപുരം സ്റ്റേഷനായി, കുന്താപുര, അതേനെ പിന്നെ ബർക്കൂർ. അപ്പോൾ അത് ഇനി എന്താ ചെയ്യുമോ എന്തോ. നമുക്ക് പച്ച വീണു. അപ്പോൾ നമ്മൾ കണ്ട് എടുക്കുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റേഷനിൽ രണ്ടും കൂടെ ക്രോസിംഗ് ആണ്. നമ്മൾ കുന്താപുര സ്റ്റേഷനിൽ ക്രോസിംഗ് ആണ്. പക്ഷേ ഇവിടെ ഒരു കുടിച്ചിടപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്തൂടെ വന്ദേ ഭാരത് വന്നിട്ട് വിടാം കേട്ടോ. വന്ദേ ഭാരത് വന്ന് അവിടെ കയറി. അപ്പോൾ ഒന്ന് പിടിച്ച് ചിലപ്പോൾ എടുക്കുമായിരിക്കും. കാരണം പക്ക ക്രോസിംഗ് ആയിപ്പോൾ നടന്നത്. പിടിച്ചിടേണ്ടി വരേണ്ട അവസ്ഥ വന്നില്ല. അങ്ങനെ സിഗ്നൽ കൊടുത്ത് നമ്മൾ വീണ്ടും എടുത്തു. എല്ലാ സ്റ്റേഷനിലും ചവിട്ടി ഒരു സ്റ്റേഷൻ പോയി ഇതിൻ്റെ സ്കിപ്പ് ചെയ്തിട്ടില്ല. വൻ ശോകാവസ്ഥയാണ്. ഇത് 2.25 മണിക്കൂറാണ് ഇപ്പം KSK ലേറ്റ് ആയിട്ട് ഓടുന്നത്. അപ്പം ഞാൻ കിടക്കട്ടെ, എല്ലാവരും കിടന്നു. നമ്മൾ വെളുപ്പിന് മിക്കവാറും എണീക്കുമ്പോൾ രത്നഗിരി ആയിരിക്കും എത്തുന്നത്. രത്നഗിരി ശരിക്കും 4:50 എത്താനാണ്. വണ്ടി ലേറ്റാണ്. എന്താവുമെന്ന് ആർക്കറിയാം. എണീറ്റ് വരുമ്പോൾ അറിയാം എവിടെ എത്തുമെന്ന്. നെക്സ്റ്റ് ദിവസം രാവിലെ നമ്മളിപ്പോൾ രത്നഗിരി കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സ്റ്റേഷനായ ബോക്കെ സ്റ്റേഷനിൽ വന്നപ്പോഴേക്കും എന്താണ്ട് ഇവിടെ കൊങ്കൺ കന്യ എക്സ്പ്രസ് കിടപ്പുണ്ടായിരുന്നു. അത് കണ്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. വണ്ടി ഒരു 1.25 മണിക്കൂർ ലേറ്റാണ് ഇപ്പോഴും. നമ്മൾ ഇന്നലെ കിടക്കാൻ നേരത്തെ എത്രയായിരുന്നു? 2.25 മണിക്കൂറായിരുന്നു തോന്നുന്നു. ഇപ്പോൾ 1.25 മണിക്കൂർ, 1 മണിക്കൂർ കൊണ്ടുണ്ട്. അപ്പോൾ ഇനിയും
ലേറ്റ് ആവും, കാരണം ഇനിയും വണ്ടികൾ ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ ഈ കൊങ്കകന്യ ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇത് ബോക്കേൽ എന്ന സ്റ്റേഷനാണ്. ഈ സ്റ്റേഷന് പ്രത്യേകത ഉണ്ട്. ഈ സ്റ്റേഷന് നടുക്ക് തന്നെ ഒരു പാലം കണ്ടോ എനിക്ക് ആ പാലം ഒരു പാലമുള്ളൊരു സ്റ്റേഷൻ ഇത് കണ്ടോ, കൊള്ളാമല്ലേ. ഇവിടെ ചിലപ്പോൾ നമ്മളെ പിടിച്ചിടുകയായിരിക്കും ചിലപ്പോൾ, കാരണം നമ്മുടെ 22654 എന്ന വണ്ടിയുണ്ട്, നിസാമുദ്ദീൻ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റ്, വീക്കിലി സൂപ്പർ ഫാസ്റ്റ് കോട്ടയം വഴി പോകുന്നത്. അത് ഉച്ചി സ്റ്റേഷനിൽ വന്ന് കിടപ്പുണ്ട്. ഇനി അത് വന്നിട്ടേ പോകത്തുള്ളൂ എന്ന് അറിയത്തില്ല, നോക്കാം എന്തായാലും. അന്ന് നമ്മൾ വന്നതിനെക്കാട്ടും കിടു ക്ലൈമറ്റ് ഇപ്പോൾ കേട്ടോ, നല്ല മൂടി ക്ലൈമറ്റ്, മഴയൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതേ മഴ പെയ്യാൻ തുടങ്ങി, പൊളി. ഇതാണ് കൊങ്ങളുടെ ക്ലൈമറ്റ് കണ്ടോ. നിന്നിപ്പോൾ ഈ മഴ പെയ്യും. നമ്മളന്നപ്പോൾ കട്ട വെയിലായിരുന്നു ഇവിടെയൊക്കെ. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. നമ്മളെ പിടിച്ചില്ല കേട്ടോ, നമ്മൾ എടുക്കുവാണ്. അപ്പോൾ മറ്റേ ട്രിവാൻഡ്രം വീക്കിലി അവിടെ ഉച്ചി കിടപ്പുണ്ടാവും, നമ്മളവിടെ വെച്ച് അതിനെ ക്രോസിങ് ചെയ്യും. ഞാൻ കഴിഞ്ഞ തവണ ദുരന്തോയ്ക്ക് പോകാൻ നേരത്ത് ഒരു വെള്ളച്ചാട്ടം കാണിച്ചത് എനിക്ക് ഓർമ്മയുണ്ടോ? ആ വെള്ളച്ചാട്ടം ഇപ്പോൾ കാണാൻ പറ്റുമേ. അത് ഈ ബോക്കെ ഉച്ചി സ്റ്റേഷനടക്കായിട്ടാണ്, കാണിച്ചു തരാം. നല്ല മഴയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ, അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ അത്യാവശ്യം വെള്ളം ഇവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അപ്പോൾ ഉപ്സി സ്റ്റേഷനിൽ നമ്മുടെ നിസാമുദ്ദീൻ ട്രിവാൻഡ്രം വീക്കിലി കിടപ്പുണ്ട്, സൂപ്പർ ഫാസ്റ്റ്, അതവിടെ കിടപ്പുണ്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി. അതിപ്പോൾ കാണിച്ചു തരാം. സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള സ്റ്റേഷനാണ് ഈ ഉച്ചി എന്ന് പറയുന്നത്. എല്ലാവരും വീഡിയോ എടുക്കാനുള്ള ട്രെയിൻ വരുന്നതിൻ്റെയൊക്കെ. വെള്ളച്ചാട്ടം അപ്പുറത്താണ്, പക്ഷെ കാണാൻ പറ്റില്ല, ഈ ട്രെയിനിൻ്റെ അപ്പുറം സൈഡിലാണ് കേട്ടോ. കൊള്ളാമല്ലേ. ഇതാണ് നമ്മുടെ 22654 നിസാമുദ്ദീൻ ട്രിവാൻഡ്രം വീക്കിലി. ഉച്ച കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സ്റ്റേഷനാണ് സംഗമേശ്വർ റോഡ്. ഒന്ന് നോക്കിയേ, കോട നോക്കിയേ. അപ്പോൾ ആ സ്റ്റേഷനിൽ ചണ്ഡീഗഡിൽ നിന്ന് മഡ്ഗാവ് പോകുന്ന ഗോവ സമ്പർക്ക് ക്രാന്തി പിടിച്ചിട്ടിട്ടുണ്ട് നമ്മൾ പാസ് ചെയ്ത് പോകാൻ വേണ്ടി. അങ്ങനെ അടുപ്പിച്ച് 3 സ്റ്റേഷനിൽ 3 വണ്ടി
പിടിച്ചിട്ടേക്കുമായിരുന്നു നമ്മുടെ കേരള സമ്പർക്കാതി പാസ് ചെയ്ത് പോകാൻ വേണ്ടി. സംഗമേശ്വർ റോഡ് സ്റ്റേഷനിൽ വെച്ചിട്ട് 2 സമ്പർക്ക്രാന്തി ട്രെയിനുകൾ അങ്ങനെ കണ്ടുമുട്ടി. രണ്ടും ചണ്ഡീഗഡിൻ്റെ വണ്ടികളാണ്. ഗോവ സമ്പർക്ക്രാന്തി, കേരള സമ്പർക്ക്രാന്തി. തൊട്ടടുത്ത സ്റ്റേഷനായ കടവൈന എന്ന സ്റ്റേഷനിലെ തുറ്റാരി എക്സ്പ്രസ് എന്ന വണ്ടി പിടിച്ചിട്ടുണ്ട്. ദാദറിന് സാവന്ത്വാടി പോകുന്നത്. അത് ഡീസൽ ലോക്കമാണ് ആ വണ്ടിക്ക്. അപ്പോൾ ആ വണ്ടി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ 4 വണ്ടിയാണ് ഇപ്പോൾ പിടിച്ചിട്ടേക്കുന്നത് നമ്മൾ പോകാൻ വേണ്ടി. അടിപൊളി. 1.5 മണിക്കൂർ ഡിലേയാണ് നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ കാണിക്കുന്നത്. അടുത്ത സ്റ്റോപ്പ് രോഹയാണ്, കൊങ്കൺ റെയിൽവേയുടെ ബോർഡർ എന്ന് പറയാം. അത് 9:15-എത്തും. മിക്കവാറും ഓൺ ടൈം എത്തുമായിരിക്കും. ഇപ്പം സമയം രാവിലെ 7:10 ആയതേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട്. ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ടേ നല്ല തണുപ്പുണ്ട്. നമുക്ക് ലൂപ്പിലേക്കുള്ള സിഗ്നൽ കിടപ്പുണ്ട്. അപ്പോൾ ലൂപ്പ് ട്രാക്കിൽ നമ്മൾ കയറി ക്രോസ് ചെയ്ത് പോകും. മറ്റേ തുറ്റാരി എക്സ്പ്രസ് മെയിൻ ട്രാക്കിലായിരിക്കും കിടക്കുന്നത്. വാട്ട് എ സീനിക് ബ്യൂട്ടി ഗൈസ്. എന്ത് ഭംഗിയാന്ന് നോക്കിയോ. എൻ്റെ മഴ പെയ്തപ്പോൾ മൂടായി ഫുള്ള്. നമുക്ക് അടിപൊളി. ഇപ്പം കാലാവസ്ഥ നോക്ക്. ചെറിയ ചെറിയ ഓരോരോ നദികൾ കണ്ടോ നോക്കിയേ. വെള്ളം ഒഴുകുന്ന ശബ്ദവും. അടിപൊളി. ലാസ്റ്റ് ടൈം ഈ വണ്ടി കണ്ടപ്പോഴും ആ സെയിം ലോക്കുമായിരുന്നു. കല്യാണിൻ്റെ WD-40 ഇതൊരു സ്പെഷ്യൽ ലിവറി ഒക്കെ അടിച്ച് അതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്നുണ്ടായിരുന്നു ലൈഫ് ലൈൻ ഓഫ് ദ നേഷൻ എന്നൊക്കെ പറഞ്ഞ്, ഡീസൽ ലോക്കോ ഷെഡ് കല്യാൺ എന്നൊക്കെ പറഞ്ഞ് അടിപൊളി ലോക്കോ അല്ലേ. ഇതാണ് തുറ്റാരി എക്സ്പ്രസ്. ഇതൊരു ഓവർനൈറ്റ് വണ്ടിയാണ്. ദാദറിൽ നിന്നും സാവന്ത്വാടി റോഡ് വരെ പോകുന്ന ഒരു ICF കോച്ചുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഇനി ക്രോസിങ്ങിനൊന്നും ഉടനെ വണ്ടിയില്ല കേട്ടോ. ഇനി മറ്റേ CSMT മഡ്ഗാവ് JSA ഉള്ളൂ. അത് കൊങ്കൺ റെയിൽവേയിലൊന്നും കയറിയിട്ടൊന്നുമില്ല. അപ്പം എന്തായാലും ഇനി സമയം എടുക്കും. ഇനി അല്ല ഗുഡ്സ് വന്നാലേ ഉള്ളൂ. രത്നഗിരി ദിവ പാസഞ്ചറിനാണ് നമ്മൾ ഓവർടേക്ക് അടിക്കുന്നത്. കൊള്ളാം കേട്ടോ. രാവിലെ കഴിക്കാനേ ഉപ്പുമാവ് മേടിച്ചു കേട്ടോ. അത് ഫുള്ള് ഗ്രീൻ പീസ് ഇട്ടേക്കുണ്ടോ. ഗ്രീൻ പീസ് ഉപ്പുമാവാന്ന് തോന്നും. അപ്പോൾ രാവിലെ അതാണ് ബ്രേക്ക്ഫാസ്റ്റ്, ഉപ്പുമാവ്. ശരിക്കും ഈ ഒരു കാലാവസ്ഥ വേണമായിരുന്നു നമ്മൾ തേജസ്സിന് വന്നപ്പോഴേക്കും. പക്ഷെ തേജസ്സിന് വന്നപ്പോൾ ഒരു തുള്ളി മഴയില്ലായിരുന്നു. ഇപ്പം നമുക്ക് കിടിലൻ കാലാവസ്ഥ.
രാവിലെ ശരിക്കും പറഞ്ഞാൽ ലക്നേരി ഭാഗത്തേക്ക് വണ്ടികളുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം പിടിച്ചിട്ടുകൊണ്ടാണ് നമ്മൾ വലിയ ലേറ്റില്ലാതെ ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ 10 മിനിറ്റ് ലേറ്റ് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ കേട് സ്റ്റേഷനിലേക്ക് കയറാൻ പോകണം. സ്റ്റോപ്പൊന്നുമില്ല, പക്ഷെ ഒന്ന് സ്ലോ ചെയ്തിട്ടുണ്ട് വണ്ടി. ചിലപ്പോൾ വല്ല ഗുഡ്സോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ കൊള്ളാം, അടിപൊളി യാത്രയാണ്. ഇന്നലെ വൈകിട്ട്, വൈകിട്ട് രാത്രി കുറേ നേരം ഇങ്ങനെ പിടിച്ചിട്ടപ്പോൾ ഞാൻ കരുതി നല്ല തേപ്പ് കിട്ടുമെന്ന്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് വലിയ തേപ്പൊന്നും കിട്ടിയില്ല. കേടെന്ന് പറയുന്നത് ഈ റൂട്ടിലെ ഒരു അത്യാവശ്യം ഒരു മെയിൻ സ്റ്റേഷനാണ്. കുറേ വണ്ടികൾക്ക് ഇവിടെ സ്റ്റോപ്പൊക്കെ ഉണ്ട്. വന്ദേ ഭാരതിനൊക്കെ ഉണ്ട് ഇവിടെ സ്റ്റോപ്പ്. നമ്മൾ ലൂപ്പ് വഴി സ്കിപ്പ് ചെയ്യുകയാണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, നമ്മൾ നിർത്താറങ്ങ് പോകുന്നത് കേട്ടോ. ലൂപ്പ് വഴി സ്കിപ്പ് ചെയ്യണം. മെയിൻ ലൈനിൽ എന്തോ ഗുഡ്സ് എന്തോ ഉണ്ട്. സമയം ഇപ്പോൾ 8:30. നമ്മൾ 9:15 രോഗം എത്തുമെന്ന് തോന്നുന്നില്ല. നമ്മളിപ്പം ദിവൻ കവാഡിൻ എന്നൊരു സ്റ്റേഷൻ എത്താറുണ്ട്. അപ്പോൾ ഇവിടെ മിക്കവാറും ക്രോസിങ് കാണും, മറ്റേ മുംബൈയിൽ നിന്ന് മഡ്ഗാവ് പോകുന്ന JS-ഉമായിട്ടേ. അത് ഇതിൻ്റെ തൊട്ടടുത്ത സ്റ്റേഷൻ എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ മിക്കവാറും നമ്മളെ പിടിക്കും. നമ്മളെ പിടിക്കത്തില്ല കേട്ടോ. സിഗ്നൽ ഉണ്ടോ അവിടുത്തെ? സിഗ്നൽ പച്ചയാണ്, അപ്പോൾ ത്രൂ ആണ്, സീനില്ല. അപ്പം അടുത്ത സ്റ്റേഷനിൽ വിനേരി എന്ന സ്റ്റേഷനിൽ JS-നെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ക്രോസിങ് നടത്തും, നമ്മൾ പാസ് ചെയ്ത് പോകും. ഇതിപ്പോൾ കൊങ്കൺ റെയിൽവേക്ക് വട്ടേതാണോ എനിക്ക് വട്ടേതാണോ എന്ന് അറിയത്തില്ല. എന്തൊക്കെയോ സംഭവിക്കുന്നത്. പക്ഷേ എന്തല്ലേ, സാധാരണ നമ്മളെവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല തേപ്പാണ് തരുന്നത്. ഇത് കഴിഞ്ഞ ആ ദുരന്തയ്ക്ക് പോയപ്പോഴും തേജസ്സിന് വന്നപ്പോഴും ഈ വണ്ടിക്ക് പോകുമ്പോഴും നല്ല പ്രയോറിറ്റി കിട്ടുന്നുണ്ട്. ഇനി സ്ലാക്ക് ഉള്ളതുകൊണ്ടാണോ അതോ നമ്മൾ കയറുന്ന വണ്ടികൾ അത്യാവശ്യം നല്ല പ്രയോറിറ്റി ഉള്ള വണ്ടികളായതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എന്തോ ഭംഗിയാന്ന് നോക്കിയേ. മഴയൊക്കെ പെയ്തപ്പോൾ ഈ സ്റ്റേഷനൊക്കെ കാണാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ പോയപ്പോൾ ഒരു ഭംഗിയില്ല. നമുക്ക് ഇപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ ആ മരയുടെ മുകളിലൊക്കെ ഫുള്ള് കോട നിൽക്കുന്നുണ്ടോ. നമുക്ക് സൂപ്പറല്ലേ. ട്രെയിനിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ബെസ്റ്റായി ഈ സമയം ഇവിടെയൊക്കെ വന്ന് നിന്നാൽ. ഇവിടെ എന്തോ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ട്രെയിൻ പയ്യെ പോകുന്നത്. സിഗ്നലൊക്കെ പച്ചയാണ്, പക്ഷേ ഇവിടെ എന്തോ വർക്കൊന്നും നടക്കുന്ന കാരണം പയ്യെ പോകുന്നത്. നമ്മുടെ KSK അടിച്ച് വിട്ട് പോവാണ്. നമ്മളിത് കൊങ്കൺ റെയിൽവേയുടെ ആ സിംഗിൾ ലൈൻ സെക്ഷൻ കടക്കാൻ വേണ്ടി 2 സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കരഞ്ചാടി എന്നുള്ള സ്റ്റേഷനാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനുണ്ട് സാപ്പേ വാംനെ എന്ന് പറഞ്ഞാൽ. അവിടെ നമ്മുടെ മഡ്ഗാവ് പോകുന്ന തേജസ് ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തില്ലേ, ആ വണ്ടി അവിടെ ക്രോസിങ്ങിനായിട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഹൈ പ്രയോറിറ്റി വണ്ടികളൊക്കെ ഒതുക്കിയിട്ടിട്ട് നമ്മുടെ സമ്പർക്രാന്തി അങ്ങനെ കയറിപ്പോവാളോ കേട്ടോ. അടിപൊളി.
അങ്ങനെ നമ്മൾ ഹൈ പ്രയോറിറ്റി തേജസിനെ നമ്മൾ തേച്ച് വിട്ടിരിക്കുകയാണ്. അതിൽ ഒരു 3-4 കോച്ചിന് മാത്രം ആൾക്കാരുണ്ട്. വിസ്റ്റഡോമിലെ കുറച്ച് ആൾക്കാരുണ്ട്, ബാക്കി എല്ലാ കോച്ചും കാലിയാണ്. അന്നത്തെ പോലെ സെയിം നല്ല ക്ലൈമറ്റ് ആണോ, നല്ല ഫുള്ള് നല്ല പച്ച കളർ, നല്ല വൈബ്രൻ്റ് ആയിട്ടിരിക്കുന്നു. ഈ സമ്പർക്ക് ക്രാന്തി ട്രെയിൻസ് എന്തിനാണ് തുടങ്ങിയെന്നറിയാം? രാജധാനി പോലെ തന്നെ ഫാസ്റ്ററായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ട്രെയിൻ സർവീസാണ്. അതായത് നോർമൽ ട്രെയിൻ റേറ്റിൽ, അതായത് സാധാരണ ട്രെയിൻ റേറ്റിൽ രാജധാനിയെ പോലെ അടിച്ചു വിട്ട് സ്റ്റോപ്പ് കുറവോടെ ഓടുന്ന സർവീസുകളാണ് സമ്പർക്ക് ക്രാന്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമ്പർക്ക് ക്രാന്തി ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനത്തിനും ഉണ്ട്. കൂടുതലും ഡൽഹി കണക്ട് ചെയ്താണ് ഈ വണ്ടി പോകുന്നത്. ഡൽഹി അല്ലെങ്കിൽ ഡൽഹിക്കപ്പുറം ചണ്ഡീഗഡ്, അങ്ങനെയാണ് ഈ സമ്പർക്ക് ക്രാന്തി സർവീസസ് പോകുന്നത്. അപ്പോൾ നമ്മുടെ സമ്പർക്ക് ക്രാന്തി ശരിക്കും തുടങ്ങി 2005-ലാണ്. നമ്മളവിടെ നിന്ന് ചണ്ഡീഗഡിലേക്കുള്ള ഏക വണ്ടിയാണ് ഈ ഒരു സമ്പർക്ക് ക്രാന്തി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മൺസൂൺ ടൈം ടേബിൾ ആയതുകൊണ്ട് 3 മണിക്കൂർ കുറച്ച് കൂടുതലാണ്. ആവറേജ് സ്പീഡും അതനുസരിച്ച് നമുക്ക് കുറയും. നോൺ മൺസൂൺ ടൈം ടേബിൾ ആകുമ്പോൾ 3 മണിക്കൂർ ഒന്നുകൂടെ ഫാസ്റ്റർ ആവും. അപ്പോൾ ഒന്നുകൂടെ അഗ്രസീവ് ടൈം ടേബിൾ ആയിരിക്കും ഈ വണ്ടിക്ക്. നമ്മളങ്ങനെ കൊങ്കൺ റെയിൽവേയിലെ സിംഗിൾ ലൈൻ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഡബിൾ ലൈൻ സെക്ഷൻ ചെയ്തുകൊണ്ട് കയറി കേട്ടോ. വീർ സ്റ്റേഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് രോഹയാണ്. അവിടെ മിക്കവാറും വണ്ടിക്ക് ക്രൂ ചേഞ്ചും കാണുമേ. സമ്പർക്ക് ക്രാന്തി ട്രെയിൻസിൽ ഏറ്റവും ലോങ്ങസ്റ്റ് റണ്ണിങ് സമ്പർക്ക് ക്രാന്തി നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ നമ്മുടെ സ്വന്തം കേരള സമ്പർക്ക് ക്രാന്തിയാണ് കേട്ടോ. നമ്മൾ കൊങ്കൺ റെയിൽവേ എക്സിറ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ നല്ല വെയിലും വന്നു, ഇപ്പോൾ മഴയൊന്നുമില്ല. രോഹ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. രോഹയിൽ നമ്മുടെ KSKക്ക് സ്റ്റോപ്പും ഉണ്ട്. ഇവിടെ നമ്മുടെ KSK ക്രൂ ചേഞ്ച് ഉണ്ട്. ഇവിടെ നിന്ന് ഇനി സെൻട്രൽ റെയിൽവേയുടെ ക്രൂ ആണ് കയറുന്നത്. അവരിനി മിക്കവാറും വസായി വരെയൊക്കെ ആയിരിക്കും ഓടിക്കുന്നത്. നമുക്ക് നോക്കാം. വസായി വരെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കൊങ്കൺ റെയിൽവേയുടെ ക്രൂ മാറി സെൻട്രൽ റെയിൽവേയുടെ ക്രൂ കയറിയിട്ടുണ്ട്. വെസ്റ്റേൺ റെയിൽവേ കയറിയ പിന്നെ നമ്മുടെ വണ്ടി വെടിയുമ്പോൾ ഒക്കെ ആയിരിക്കും, കാരണം ഫുൾ 130 അല്ലേ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ശരിക്കും പൻവേൽ വരെയാണ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ തേർഡ് പാർട്ട് ഞാൻ എടുക്കും. അപ്പോൾ തേർഡ് പാർട്ട് പൻവേൽ ടു ചണ്ഡീഗഡ് വരെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കോസ്റ്റ്യൂമൊക്കെ പോയി മാറിയിട്ട് വന്നു, ഫ്രഷ് ആയിട്ട് വന്നു പോയിട്ട്. ഈ ഫസ്റ്റ് AC കം സെക്കൻഡ് AC ആണെങ്കിൽ ഇതിനകത്ത് ബാത്റൂം ഒന്നുമില്ല കേട്ടോ. നമ്മൾ അന്ന് ഏത് വണ്ടിയിലായിരുന്നു കുളിച്ചത്? ജബൽപൂർ കോയമ്പത്തൂരിലായിരുന്നു. അതേപോലെ ഇതിനകത്തില്ല കേട്ടോ. ഇത് H7 കോച്ചല്ലേ, ഇതിനകത്ത് അങ്ങനെ ബാത്റൂം ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ പനവേലെത്തും. നമ്മളങ്ങനെ ഫൈനലി പനവേൽ എത്താൻ പോവാണ്. ഒരു 20 മിനിറ്റ് അടുപ്പിച്ച് ലേറ്റ് മാത്രമേ ഉള്ളൂ. മഴ വീണ്ടും തുടങ്ങി. ഞാൻ ചുമ്മാ ഓരോ വണ്ടിയുടെ റണ്ണിങ് സ്റ്റാറ്റസ് നോക്കിയപ്പോഴേ നമ്മൾ ഇന്നലെ ഓവർടേക്ക് അടിച്ചു പോയ മറ്റേ മംഗലാപുരം മുംബൈ CSMT സൂപ്പർ ഫാസ്റ്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ രാത്രിയിലെങ്ങാണ്ട് തിരിച്ച് ഓവർടേക്ക് അടിച്ചു. അതിപ്പോൾ നമ്മുടെ പുറകില്ല. എപ്പോഴും അതൊരു പിടിയില്ല, രാത്രിയിലെങ്ങാണ്ടാന്ന് തോന്നുന്നു നമ്മളതിനെ തിരിച്ച് ഓവർടേക്ക് അടിച്ചു. അത് 3.5 മണിക്കൂർ എന്തോ ലേറ്റ് പുറകിലുണ്ടത്. നമ്മളാണിപ്പോൾ അടിച്ചു വിട്ട് ആദ്യം പോകുന്നത്. കർജത്ത് ഭാഗത്തുനിന്ന് വരുന്ന ലൈനാണ് ഈ കാണുന്നത്. അതിവിടെ പനവേൽ വന്ന് ചേരും. അതിൻ്റെ കൂടെ മറ്റേ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോറും കാണാൻ പറ്റും. അപ്പോൾ ഈ നമ്മുടെ പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ഒക്കെ വരുന്ന ലൈനാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരള സമ്പർക്ക് ക്രാന്തി സൂപ്പർ ഫാസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഇടേണ്ടതാണ്. നമ്മൾ മംഗലാപുരത്ത് നിന്ന് പനവേൽ വരെയാണ് കവർ ചെയ്തത്. ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് പൻവേൽ ടു ചണ്ഡീഗഡ്, അതാണ് തേർഡ് പാർട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പോകുന്ന വഴിക്കെല്ലാം മഴയാണെന്നൊക്കെയാണ് കാണിക്കുന്നത്. ചണ്ഡീഗഡൊക്കെ നല്ല മഴയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മഴയൊക്കെ കിട്ടും. മഴ ഓവറായ പണിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരള സമ്പർക്ക് ക്രാന്തിയുടെ ലാസ്റ്റ് പാർട്ട് വീഡിയോയുടെ അടുത്ത ദിവസം കാണാം. അപ്പോൾ ഈ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് ദിവസം കാണാം. ബൈ.